വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന 2024 ജൂൺ 23 നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ABC is an equilateral triangle. Coordinates of A are 3,0 and coordinates of B are 7,0. The coordinate of C are എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 2,2√3, ഓപ്ഷൻ ബി 2√3,2, ഓപ്ഷൻ സി 5,2√3, ഓപ്ഷൻ ഡി 2√3,5 എന്നുള്ളതാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഒരു കോർഡിനേറ്റ്സ് നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്രാഫ് പോലെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാണ്. ഇവിടെ 0 കൊടുക്കുന്നു, ഇവിടെ 1 മാർക്ക് ചെയ്യാണ്, ഇവിടെ 2 മാർക്ക് ചെയ്യുന്നു, ഇവിടെ 3 ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6, ഇവിടെ 7. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ പ്രകാരം എ എന്ന് പറയുന്ന പോയിന്റ് 3,0 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ 3, ഇതാണ് നമ്മുടെ 0. അപ്പോൾ നമുക്കിവിടെ 3,0 എന്ന് മാർക്ക് ചെയ്യാം, അതാണ് എ. അടുത്തത് 7,0 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് 7,0, ഇതിനെ ബി എന്നും മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോയിന്റുമാണ് എൻ്റെ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എന്തായിട്ട് മാറുന്നത്, ബേസ് അല്ലെങ്കിൽ ഒരു സൈഡ് ആയിട്ട് മാറുന്നത് എന്ന് നമുക്ക് പറയുവാനായിട്ട് പറ്റും. അതുകൊണ്ട് ഈ എ ബി എന്ന് പറയുന്നത് ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ്, അത് എ എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ എയുടെ വാല്യൂ എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ 0 മുതൽ 7, 0 മുതൽ 3, അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും എ എന്ന് പറയുന്നത്. അപ്പോൾ 7 - 3 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 2 എന്നുള്ളത് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ് എന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്കറിയാം ഒരു ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അത് ബേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഈ ഒരു ഷേപ്പ് അല്ല വരിക. അപ്പോൾ ഈ ഒരു പോയിന്റ് അല്ലേ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ പോയിന്റ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, y ആയിട്ട് മാറും, അല്ലെങ്കിൽ ഹൈറ്റ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ y വാല്യൂ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ബേസിൻ്റെ മിഡ് പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റ് എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ h അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ നമുക്ക് y, അത് കാണാനുള്ള നമ്മുടെ ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. അതെന്താണ്, √3a/2 ആണെന്നുള്ളത് നമുക്കറിയാം. എയുടെ വാല്യൂ ഒരു സൈഡാണ്, അത് ഇവിടെ 4 ആട്ടോ, 7 - 3 4ആണ്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ √3 × 4/2 വെട്ടി കളയുമ്പോൾ അത് എത്രയായിട്ട് മാറി, 2√3 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. അപ്പോൾ ഹൈറ്റ് അല്ലെങ്കിൽ y വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 2√3 ആണെന്ന് കിട്ടി. ഇനി നമുക്കറിയാം മിഡ് പോയിന്റിൽ നിന്നുമാണ് ഈ മാക്സിമം ഹൈറ്റ് വരിക. അപ്പോൾ ഈ ഒരു ലെങ്തിൻ്റെ മിഡ് പോയിന്റ് വാല്യൂ കണ്ടെത്തി കഴിയുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, എക്സ് കോർഡിനേറ്റ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, മിഡ് പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ മിഡ് പോയിന്റിൻ്റെ ഈക്വേഷൻ നമ്മളിവിടെ ഉപയോഗിക്കുകയാണ്. മിഡ് പോയിന്റ് ഓഫ് എ ബി എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക, 3 + 7 ഡിവൈഡഡ് ബൈ 2. മറ്റ് y കോർഡിനേറ്റ് രണ്ടിലും എത്ര തന്നെയാണ്, 0 ആണ്. അപ്പോൾ 0,0 + 0 ഡിവൈഡ് ബൈ 2 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ എത്രയാണ് കിട്ടുക, 7 + 3 10, 10/2 5 എന്നുള്ള വാല്യൂ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ എക്സ് വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്, y വാല്യൂ എന്ന് പറയുന്നത് 2,√3 ആണ്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്, 5, 2√3 ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. 5 എന്ന് പറയുന്നത് എക്സ് ആണ്, 2√3 എന്ന് പറയുന്നത് y ആണ് എന്നുള്ളതാണ് കണ്ടീഷൻ. സോ ഈ ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കുക. ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ സി നമുക്കിവിടെ അവൈലബിൾ ആണ്, 5,2√3. ചെയ്തു വയ്ക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.